എന്നിട്ട് ഈ മൂത്ത മകനെ എന്തിനാ ഒരാൾ കേസ് കൊടുത്ത്, ആ കേസ് കൊടുത്ത പിന്നാലെ പണി പാളി എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഈ മൂത്ത മകൻ സനന്ദൻ വിളിക്കുന്നുണ്ട്. ആ വോയിസ്, ആ വീഡിയോ കോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. ഇപ്പം എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു, അപ്പോൾ നിങ്ങൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു. കാര്യം എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളും മക്കൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു. മാപ്പ് അതെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇവർക്കൊക്കെ വായിൽ എന്താണോ തോന്നണത് അതങ്ങനെ വിളിച്ചു പറയാ. കാരണം എന്താ വെച്ചാല് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടാക്കാൻ പറ്റിയ പേര് ഈ മുസ്ലിങ്ങളെ പേരാണ്. മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയ്യോ എന്തോ വലിയൊരു സംഘടനയാണ്, അവര് തോക്കും വാളൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര കലാപം ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നൊരു ആശയാണ് എല്ലാവരും മനസ്സിലേക്ക് വരുന്നത്. മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾ അറിഞ്ഞിട്ട് പാടുണ്ടാവില്ല. ഇത് അവര് തമ്മിൽ തന്നെ സംസാരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നക്കാരും. എന്നിട്ട് ഈ മുസ്ലിങ്ങളെ പേരിലോട്ടാണ് ഇടും. എന്നാലെല്ലാരും കളറാവുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ നടക്കുന്ന പ്രശ്നം ഉത്തരേന്ത്യയില് ഭയങ്കര വിഷയമായിട്ട് നടക്കുന്നുണ്ട്. ഒരു സമാധിയായ ഒരാളെ കല്ലറ പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ആഹ്വാനം ചെയ്തിട്ട് ഇയാള് കൺമുന്നിൽ കൂടെ കയ്യും വീശി നല്ല രീതിയിൽ നടക്കുക, ആൾക്കാരെ പൊട്ടനാക്കിയിട്ട് ആൾക്കാരെ മണ്ടനാക്കുക. അപ്പൊ എല്ലാരും ബോധ്യം എന്താ, അത് അദ്ദേഹം അങ്ങനെയാണ്, അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വിട്ടുകളയാ. ഇങ്ങനെ ഒരു സമാധിയായ സ്വാമിയുടെ മകൻ ഇങ്ങനെയാണ് പറയണ്ടേ? ഒരു സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പവിത്ര കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സ്വാമിയുടെ മകന്റെ വായിൽ നിന്ന് വരേണ്ട വാക്കല്ല ഇത്. ഇവരുടെ അജണ്ട എന്താ? ഇത് ഒരു സമാധി ആക്കിയിട്ട് അവിടെ ഒരു ചെറിയൊരു സമാധി മണ്ഡപം കെട്ടിയിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തിയാലല്ലേ ഫണ്ട് കയറുള്ളൂ. അക്കൗണ്ടിലോട്ട് ഫണ്ട് വരണമെങ്കിൽ ഇങ്ങനത്തെ ഓരോ പരിപാടി ചെയ്യണ്ടേ? ഇതിനു വേണ്ടിയാണ് അവരിങ്ങനെ നടക്കുന്നത്. അതെന്തായാലും എല്ലാവരും പാടെ മീഡിയക്കാരെല്ലാവരും പാടെ കൂടിയിട്ട് അതെന്തായാലും ആഘോഷമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തായാലും. ഇനി അവിടെ ഒരു ഉത്സവ കമ്മിറ്റിയും ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒരുപാട് പാവങ്ങൾ എന്ത് ചെയ്യും, അതിലോട്ട് ഇങ്ങനെ പൈസ ഇടും. ആ പൈസ കയ്യിട്ട് വാരി ഇങ്ങനെ അവർക്ക് സുഖമായിട്ട് ജീവിക്കുക. ഇനി കേരളത്തിൽ എത്ര സമാധികൾ വരാൻ പോകുന്നുണ്ട് അറിയോ? ഇങ്ങനത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഓരോ സമാധികൾ വരും. ഇനി കലണ്ടറിൽ ഒരു മാസത്തിൽ 30 അല്ലെങ്കിൽ 28 ദിവസങ്ങളുള്ളെന്നുണ്ടെങ്കിൽ ഓരോ ദിവസങ്ങളിലും ഓരോ സമാധി ആയിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെ ആയാലും എന്തായാലും ഇതിന്റെ പിന്നിൽ മുസ്ലിങ്ങളെ യാതൊരു കളിയില്ല. നിങ്ങൾ ഈ തെറ്റ് ധരിച്ചിട്ട് ഒരു കാരണവശാലും മതത്തെ തമ്മിലടിപ്പിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് നിർത്തുക. എനിക്ക് പോലീസുകാരും മറ്റുള്ള ആൾക്കാരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ആരാണ് അവരെ പിടിച്ച് അപ്പത്തേക്ക് അകത്താക്കുക. അതുള്ള രക്ഷക. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിലുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഭാവിയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. പഴയ ലൈഫ് നമുക്ക് തിരിച്ചു കിട്ടൂല. മതസൗഹാർദ്ദമുള്ള കേരളം തിരിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു ഞാനൂലുണ്ടാവും, ഏതെങ്കിലും ഞാനൂലെടുത്ത് ഞൊഞ്ഞാൽ മതി, അവിടെ പ്രശ്നമായി. അതിന്റെ ബാക്കിൽ ഏറ്റുപിടിക്കാൻ വേണ്ടി സംഘടനകളും. അതാണ് നമ്മളെ കേരളം.